ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ്. സ്കോട്ട്ലാൻഡ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് വാഗമൺ. ശാന്ത സുന്ദരമായ ഈ ഹിൽ സ്റ്റേഷനിൽ കാണാൻ ഒരുപാടുണ്ട്. ഈരാറ്റുപേട്ട വഴിയാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് വാഗമണ്ണിലേക്ക് KSRTC ബസ്സിൽ പുറപ്പെട്ടത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നാണ് KSRTC ബസ്സിൽ കയറിയത്. രാവിലെ 4 മണിക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടെ നിന്ന് പ്രാഥമിക കർമ്മങ്ങൾക്ക് ശേഷം 6 മണിക്കുള്ള വാഗമൺ KSRTC ബസ്സിലാണ് കയറിയത്. മനോഹരമായ ഭൂപ്രദേശങ്ങൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് വാഗമണ്ണിലേക്ക് യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് ഇവിടെ ചിലർ ഇറങ്ങാറുണ്ട്. വാഗമണ്ണിനോട് അടുക്കുമ്പോഴാണ് ഈ പുലിയുടെ പ്രതിമയൊക്കെ ഉള്ള ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ വാഗമണ്ണിലേക്കുള്ളൂ. പലരും ഇവിടെ ഇറങ്ങി വ്യൂ കണ്ട ശേഷമാണ് പുറപ്പെടാറുള്ളത്. ഞങ്ങൾ വാഗമണ്ണിൽ ഇറങ്ങി അവിടെ നിന്ന് ആദ്യം പോയത് തങ്ങൾപ്പാറയിലേക്കാണ്. ഞങ്ങൾ ഇറങ്ങിയത് ഒരു 8-8:30 സമയത്ത് അവിടെ ഇറങ്ങി. ഒരു 2-2.5 മണിക്കൂറാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വാഗമണ്ണിലേക്കുള്ള യാത്രാ സമയമെടുത്തത്. അവിടെ നിന്നിറങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു 300 രൂപ കൊടുത്തിട്ടാണ് തങ്ങൾപ്പാറയിലേക്ക് ടാക്സി പിടിച്ചത്. ഞങ്ങൾ തങ്ങൾപ്പാറയിൽ ഇറങ്ങി അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഇറങ്ങി അവിടെ നിന്ന് 3 പാറക്കൂട്ടങ്ങൾ കടന്നു വേണം ഈ തങ്ങൾപ്പാറ എന്നറിയപ്പെടുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്താൻ. ഈ തങ്ങൾപ്പാറ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം 800 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ വലില്ലാഹി എന്ന സൂഫി വര്യൻ ഇവിടെ താമസിച്ചിരുന്നു എന്ന കാഴ്ചപ്പാടാണ്. അദ്ദേഹം ഇവിടെ ധ്യാനത്തിലിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മഖാമ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏപ്രിൽ മാസത്തിലാണ് തോന്നുന്നു ഇവിടെ ഉറൂസും മറ്റുമൊക്കെ വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടുകൂടി നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന വലിയ ഒരു നേർച്ചയും മറ്റുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ബദരിയ മുസ്ലിം ജമാഅത്ത് എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. ഈ പ്രദേശത്ത് ഈ സ്ഥലത്തിൻ്റെ പ്രധാന സവിശേഷത നമുക്ക് 360 ഡിഗ്രിയിൽ ഈ വാഗമൺ ചുറ്റുപ്രദേശങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ദർശിക്കാനാവുമെന്നുള്ള മനോഹരമായ ദൃശ്യമാണ്. ഇത് നോക്കൂ, എത്രത്തോളം മനോഹരമാണ്. വാഗമൺ ടൗണും എല്ലാം ആ പരിസര പ്രദേശങ്ങൾ മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് ദർശിക്കാൻ കഴിയും. കുറച്ച് കുത്തനെയുള്ള കയറ്റമാണെങ്കിലും പാറക്കൂട്ടമാണെങ്കിലും നമുക്ക് ഇത് കയറാൻ വലിയ പ്രയാസം തോന്നാറില്ല. കാരണം അടിച്ചു വീശുന്ന കാറ്റ് തന്നെയാണ്. നല്ല തണുത്ത കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. നമുക്ക് അവിടെ എത്തുന്നത് വരെ നമുക്ക് വലിയൊരു പ്രയാസം തോന്നാതെ, പോകുമ്പോഴും ഇറങ്ങുമ്പോഴായാലും വലിയ പ്രയാസം തോന്നാതെ തന്നെ ഇവിടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് എന്നാണ്. ഈ മക്കാമിലേക്ക് നാനാജാതി മതസ്ഥരെത്താറുണ്ടെന്ന് മാത്രമല്ല, പലരും ഈ വ്യൂ കാണാൻ ഈ വാഗമണ്ണും പരിസര പ്രദേശങ്ങളൊക്കെ ദർശിക്കാനായും എത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ് തങ്ങൾപ്പാറ എന്നുള്ളത്. ശാന്തസുന്ദരമായ ഈ മനോഹരമായ ഈ പ്രകൃതി അരുളിയ ഈ മല മുകൾ നമുക്കൊരു വലിയ സന്തോഷവും ഒരു ഉന്മേഷവും തരുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് വളരെ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. കാരണം കുട്ടികളായാലും പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകണം. പാറക്കൂട്ടങ്ങളാണ്, ഒന്ന് എഴുതിയാൽ പിന്നെ ഒന്നും പറയാനില്ല. മാത്രമല്ല മഴക്കാലത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം തുറസായ സ്ഥലമായതിനാൽ ഇടിമിന്നൽ വരെ ഏൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. ഉയർന്ന
സ്ഥലത്താണല്ലോ ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇത് പോകുന്നതിന് അടയാളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം 3 കിലോമീറ്ററോളം എന്തോ നടക്കണമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നടന്ന് ഒടുവിൽ ആ പാറക്കൂട്ടത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഈ മഹാനായ സൂഫി വര്യൻ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പരമ്പര 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബവുമായി പോകും എന്നാണ് പറയുന്നത്. 18ാമത്തെ പൗത്രനാണ് ഇദ്ദേഹം എന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജമാലുദ്ദീൻ സുലൈമാൻ എന്നറിയപ്പെടുന്ന ഒരു ഖാസിയാണ്. അതേപോലെ തന്നെ മാതാവ് കുൽസും ഖാത്തൂൻ എന്നൊരു മഹദിയാണ്. ഇദ്ദേഹം ഡൽഹിയിലുള്ള കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കെ ദഹ്ലവി എന്ന് പറയുന്ന സൂഫി വര്യൻ്റെ ശിഷ്യനാണെന്നും അജ്മീർ ഖാജ തങ്ങളുടെ ശിഷ്യനാണെന്നും പറയപ്പെടുന്നു. അദ്ദേഹം വഫാത്താകുന്നത് മുഹറം 5 വ്യാഴാഴ്ച ഹിജ്റ 604 ഞങ്ങളങ്ങനെ അവസാനം തങ്ങൾപ്പാറയിലെത്തി. അവിടെയും നല്ല വ്യൂ ആണ്, മനോഹരമായ ദൃശ്യങ്ങളാണ്. വലിയ ഈ പാറ അത്ഭുത പാറയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഇവിടെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സൂഫി വര്യൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം എന്നതിനപ്പുറം ഇത് അദ്ദേഹം ഇവിടെ ധ്യാനത്തിനിരുന്ന സ്ഥലം എന്നതാണ് ഇതിന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കാമുകൾ ഉള്ളതിനാൽ കൂടുതൽ പ്രബലമായ അഭിപ്രായം കാഞ്ഞിരമറ്റം മക്കാമിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതാണ്. ഞങ്ങളവിടെ പ്രാർത്ഥനകളൊക്കെ നടത്തി. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുൽ ഹക്കീം ഉമയമ്പള്ളം, അതുപോലെ ഹാരിസ് ഇസ്ബാഹി ചെർണാവൃഷി, അതുപോലെ ഹക്കീം കൽമണ്ഡവും, പിന്നെ ഞാനും. അങ്ങനെ വീണ്ടും അവിടുത്തെ സന്ദർശനത്തിന് ശേഷം വീണ്ടും തിരിച്ച് മല കയറി. അതിമനോഹരമായ കാഴ്ച, ആകാശവും ഭൂമിയും ഒത്തുചേരുന്ന മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. എത്ര കണ്ടാലും മതി വരാൻ കഴിയില്ല. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. വാഗമണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൊട്ടക്കുന്നുകളും പൈൻ മരക്കാടുകളും തേയിലത്തോട്ടങ്ങളും കൊണ്ട് സമ്പന്നമാണ്. ഇവിടേക്ക് വരുന്ന ആ മലമ്പാതകളിലൂടെയുള്ള യാത്ര അതിമനോഹരം തന്നെയാണ്. ശേഷം ഞങ്ങൾ പോയത് ടീ ലേക്ക് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ചെറിയൊരു തടാകം പോലെ സെറ്റ് ചെയ്ത് അവിടെ ബോട്ട് സർവീസും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറേ നേരം ചിലവഴിക്കാൻ കഴിയും. 1939 ആദ്യമായിട്ട് ഈരാട്ടുപേട്ടയിൽ നിന്ന് തിക്കോയിലേക്ക് റോഡ് വെട്ടുന്നത്. അതിപ്പോൾ ഹൈവേ ആയി മാറുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ വാഗമൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തങ്ങൾമല, മുരുകൻമല, കുരിശുമല തുടങ്ങിയ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. മധ്യ തിരുവിതാംകൂറിലെ ഒരു ചെറിയ പ്ലാന്റേഷൻ ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിൽ വാഗമണിനെ വിശേഷിപ്പിക്കാം. പച്ചപ്പിൻ്റെ ഒരു മടിത്തട്ടാണ്. കുന്നുകളുടെ അനന്തമായ നിര, അതിമനോഹരമായ മലയിടുക്കുകൾ, വളഞ്ഞൊഴുകുന്ന അരുവികൾ, തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് കൊണ്ട് നല്ല ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇതാക്കാം. ശേഷം പോയത് മെഡോസ് എന്നറിയപ്പെടുന്ന ഒരു മൊട്ടക്കുന്നുകളുടെ പ്രദേശത്തേക്കാണ്. അവിടെ സിപ്പ് ലൈനും മറ്റുമൊക്കെ ഒരുപാട് അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം സിപ്പ് ലൈനൊക്കെ നോക്കി നിന്നു. വാഗമണ്ണെ സംബന്ധിച്ചിടത്തോളം വേറെയുണ്ട് പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഗ്ലാസ് പാലം, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് പാലം എന്നറിയപ്പെടുന്ന അവിടെയുള്ള ആ ഗ്ലാസ് പാലം കാണാൻ നോക്കിയപ്പോൾ അവിടെ അന്ന് അടച്ചിരിക്കുകയായിരുന്നു, എന്തോ മെയിൻ്റനൻസ് വർക്കായിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ലെങ്കിലും ഒരു ദിവസം വേണമെങ്കിലും ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയി വരാൻ കഴിയുന്ന നല്ലൊരു സഞ്ചാര കേന്ദ്രം തന്നെയാണ് വാഗമൺ. അതൊരിക്കലും നമ്മെ നിരാശപ്പെടുത്തില്ല. ഒരു അസാധാരണമായ അനുഭവം
വ്യത്യസ്തവും സവിശേഷവുമായ പ്രകൃതി സൗന്ദര്യങ്ങളുടെ സമ്പന്നമായ ഒരു പ്രദേശം തന്നെയാണ് വാഗമൺ.